ഹായ് ഹലോ നമസ്കാരം. ഞാൻ ദലഗന്റിന്നാണ്. ഞാൻ ഇന്ന് കുറച്ച് കോഡ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളോട് ഒരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. നമ്മളോട് യൂട്യൂബിന്റെ കമന്റ്സിലാണെങ്കിലും എനിക്ക് തോന്നുന്നു സൗമ്യ എന്ന് പറഞ്ഞിട്ടൊരു മാം, അത് ഞാൻ കണ്ടു. പിന്നെ കുറെ അധികം വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് റേറ്റ് പറയാത്തത്, നമ്മൾ വീഡിയോസിൽ റേറ്റ് പറയാത്തത് എന്തുകൊണ്ടാണ്. നമ്മൾ ആദ്യം റേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മനഃപൂർവ്വം അത് നിർത്തിയതാണ്. കാരണം നമ്മളെ വെബ്സൈറ്റിലും വാട്സപ്പ് ത്രൂവും കോണ്ടാക്ട് ചെയ്തോട്ടെ, ഡയറക്റ്റ് റേറ്റ് പറയാം. കാരണം ഓഫർ വീഡിയോ വരുമ്പോ നമ്മള് വീക്കെൻഡ് ഓഫേഴ്സ് ആയിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ട്, ഒരു കാറ്റഗറി വൈസ് ഓഫർ ആയിട്ട്, ഇപ്പം വേനൽക്കാലത്ത് ആവുമ്പോഴേക്കും നമ്മൾ മൽ കോട്ടൺ സാരീസിന് അല്ലെങ്കിൽ കോട്ടൺ സാരീസിന് അങ്ങനെ ഓഫർ കൊടുക്കും, അല്ല കോഡ് സെറ്റ്സിന് ഓഫർ കൊടുക്കും, ചുരിദാർ സെറ്റിന് ഓഫർ കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഇതിനകത്ത് ഓഫർ കൊടുക്കും. അത് ചിലപ്പോൾ നമ്മൾ 2 ദിവസത്തേക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കായിരിക്കും, അതൊരു ഇതിൻ്റെ അകത്തേക്കായിരിക്കും. ഈ വീഡിയോ നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ക്ലിപ്പുമായിട്ട് വന്നിട്ട് ഇന്ന ഈ ഒരു റേറ്റിലാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഈ റേറ്റ് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഓഫർ വീഡിയോ വരുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്കായിരിക്കും. അത് ഞങ്ങൾ പറയുകയും ചെയ്യും, ഇത്ര ദിവസത്തേക്കാണ്, അല്ലെങ്കിൽ 24 hours ആണ് പ്രൈസ് ഡ്രോപ്പ് എന്നുള്ളത്. പക്ഷെ അത് പകുതി കേട്ടിട്ട് നമ്മളോട് നമ്മളുടെ ഡയറക്റ്റ് വന്നിട്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആർഗ്യുമെന്റിനോ നിങ്ങളെ മുഷിപ്പിക്കാനോ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ആവശ്യമുള്ളവർ ഇപ്പൊ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കണമെന്ന് തന്നെ ഇല്ല. ഡീറ്റെയിൽസ്, മെറ്റീരിയൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ, അല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിലോ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഒന്നുകൂടെ കാണണമെങ്കിലോ, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞങ്ങളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങളെ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയലിന് എത്രയാണ് റേറ്റ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പക്ഷെ നമ്മളോട് ചോദിക്കാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ഒന്നും പറയാത്തത്. ഒരിക്കലും എന്തായാലും ഒരുപാട് നമ്മളോട് ഒരുപാട് അങ്ങനെ കൂട്ടിയ റേറ്റോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. എല്ലാം അഫോർഡബിൾ റേറ്റിൽ തന്നെ ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ റെഗുലർ ആയിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് അറിയാം ഈ പ്രൈസ് ഡ്രോപ്പിന്റെ കാര്യമൊക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ കസ്റ്റമർ ഉണ്ട്. ഖാദി കോട്ടൺ സാരിയാണ് പുള്ളിക്കാരി വാങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു മാം വാങ്ങുമ്പോഴേക്കും 680 സംതിങ് ആണ്, പ്ലസ് COD ചാർജും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഏകദേശം 700 സംതിങ് രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഈ മാം വാങ്ങിച്ച് മാമിന്റെ കയ്യിൽ സാധനം കിട്ടി. ജസ്റ്റ് മാം നോക്കിയപ്പോഴേക്കും നമ്മൾ 2 ദിവസത്തേക്ക് പ്രൈസ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു 499. അപ്പൊ മാം അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാം ഭയങ്കര ഷോക്ക്ഡായി. ഞങ്ങൾ എന്താ ഇന്റിമേറ്റ് ചെയ്യാൻ, ഞങ്ങൾ എങ്ങനെയാ. പക്ഷെ പുതിയൊരു കസ്റ്റമർ ആണ്, നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മെയിൽ അയക്കാനോ, നമ്മള് കുറെ നമ്പേഴ്സ് ഉള്ളവരുടെ നമ്മള് വാട്സാപ്പില് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെയിൽ പോകുന്നുണ്ട് ഓഫർ ഇത് വരുമ്പോഴേക്കും. ഇതൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളോട് പർച്ചേസ് ചെയ്തവരാണെങ്കിലും നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട് അവരെ. അപ്പോ ഇതൊന്നുമില്ലാണ്ട് നമുക്ക് അറിയില്ലല്ലോ, ഒരു പുതിയ കസ്റ്റമർ ആയിരിക്കുമ്പോഴേക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ മാം ഒരെണ്ണം അത് കൺവിൻസ്ഡ് ആയി. മാം ഒരു സാരിയും കൂടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുകയും ചെയ്തു ആ റേറ്റിന് തന്നെ. അപ്പം ഇതാണ് ശരിക്കും പറ്റുന്നത്. കാരണം ഓഫർ വീഡിയോ ആവുമ്പോഴേക്കും 2-3 ദിവസത്തേക്ക്, ചിലപ്പോൾ അത് കുറെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാല് കുറെ അധികം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ സമയം നോക്കത്തില്ല. ഇപ്പൊ 1 വീക്ക് എഗോ അല്ലെങ്കിൽ 2 വീക്ക് എഗോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴോ അത് കാണത്തില്ല. അതുകൊണ്ട് എന്നുവെച്ചാല് നമ്മൾ ചിലവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് റേറ്റ് പറയാത്തത്. ഞങ്ങൾ ശരിക്കും സോറി ഫോർ ദാറ്റ്. എന്നാലും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിലും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോ കോഡ് സെറ്റ് ആയിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വന്നത് ഈ ഒരു കോഫി ബ്രൗൺ കളറിലെ കോട്ടണിൽ വരുന്ന കോഡ് സെറ്റ് ആണ്. ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. കോളർ നെക്ക് ആണ്. ഒരു ഹാഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനൊരു ബട്ടൺസും ടാഗും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഈ മുകളിലത്തെ ബട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഓപ്പണബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ജസ്റ്റ് ഓപ്പൺ ആണ്. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡ് സ്ലിറ്റ് ആണ്. ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. കട്ടാ വരുന്നത്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്.
ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽ എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ടാകും. താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം. ഇത് കോട്ടണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒരു കാഷ്വൽ വെയർ ആയിട്ടുള്ളതാണ്. ഇത് വന്ന കാമറി കോട്ടണിലുള്ളതാണ്. ഇതാണ് ഇതിന്റെ ലുക്ക്. വി നെക്കാണ്, സിമ്പിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഒരു പോക്കറ്റും കൂടെ കൊടുത്തു. ഇതിന്റെ തന്നെ ഒരു ബ്രിക്ക് റെഡ്, സെയിം പാറ്റേൺ തന്നെ ബ്രിക്ക് റെഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ഹക്കോബ മെറ്റീരിയലിലുള്ള ഒരു കോഡ് സെറ്റ് ആണ്. ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഇതിന്റെ ബോട്ടത്തില് ഒരു ലേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ബാൻഡും ബാക്കില് ഇതേപോലെ തന്നെ എലാസ്റ്റിക് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളത്. അടുത്തത് വന്നത് ഒരു ആഷ് കളർ, കോട്ടണിലുള്ളതാട്ടോ. ഇതാണ് ഇതിന്റെ പാറ്റേൺ. ഇതിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. ഒരു സിമ്പിൾ പാറ്റേൺ ആയിട്ട് ഒരു എക്സ്ട്രാ ബട്ടൺസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. കയ്യില് നമ്മളുടെ ബോട്ടത്തിന്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് ഒരു ഇതിന്റെ തന്നെ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതാണ്. ഇതെല്ലാം വരുന്നത് കോട്ടണിൽ തന്നെയാണ്. അടുത്തത് വരുന്നതും വറ്റിക്കാൻ മെറ്റീരിയലുള്ള ഒരു അത്യാവശ്യം ഒക്കേഷണലി ഒരു പാർട്ടി വെയറും ഒക്കെ ആയിട്ട് ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വിത്ത് ലൈനിങ് വരുന്ന ടോപ്പാണ്. ഫ്രണ്ട്ലി ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്കാണ്. ഈ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് കൊടുക്കുമ്പോ തന്നെ താഴത്തോട്ട് നല്ലൊരു വിരിവ് കിട്ടുന്നുണ്ട് ഈ ഒരു ടൈപ്പില്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ബാൻഡ് പ്ലസ് എലാസ്റ്റിക് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ലുക്ക്. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ ഒരു കാംബ്രിക് കോട്ടണിലുള്ള ഒരു പിങ്ക് ആഷ് ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്ന ഒരു ജസ്റ്റ് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷൻ വന്നത് ബോട്ടത്തിന്റെ സെയിം പാറ്റേണിലാണ് ടോപ്പ് പോർഷൻ വന്നത്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗമന്തി കോട്ടണിലുള്ള ഒരു പീസാണ്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് യോക്കില് ഇതേപോലെ തന്നെ ഒരു പാച്ച് വർക്ക് ചുരുക്കിന്റെ ഒക്കെ ഒരു ഇതും ഗ്ലാസ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ വരുന്നത്. പിന്നെ അതിന്റെ അടിയില് ഇതേപോലെ തന്നെ ഒരു ഇതിന്റെ ടോപ്പിന്റെ എൻഡില് ഇതേപോലെയുള്ള ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ബോട്ടം ആണ് വരുന്നത് വിത്ത് പോക്കറ്റ്സ് ആയിരിക്കും. ഇതെല്ലാം M2 XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതൊരു മസ്റ്റാർഡ് ഷെയ്ഡിൽ വരുന്നതാണ്. ബ്രൈറ്റ് അല്ല, ഇത്തിരി ഡാർക്ക് മസ്റ്റാർഡ്, ഒരു മിക്സ് ആയിട്ടുള്ള മസ്റ്റാർഡ് ഷെയ്ഡ്. സെയിം പാറ്റേൺ. ലാസ്റ്റ് വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ളതാണ്. ഈ ഒരു ടൈപ്പിലെ കോഡ് സെറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള, ഇത് സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ്. ഷോർട്ട് ആയിട്ട് വരുന്ന ഷർട്ടും ബോട്ടവും കൂടെ വരുന്ന ഫാൻസി മോഡൽ ഷർട്ട് മോഡൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ഫുൾ ഓപ്പൺ അല്ല, ഈ ഒരു വീനെക്ക് പോലെയാണ് വന്നേക്കുന്നത്. 3/4 സ്ലീവ് ആയിരിക്കും. ഇതാണ് വരുന്നത്. ഇതിനകത്ത് സ്ട്രൈപ്സിൽ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു ത്രെഡും പോയിട്ടുണ്ട്. ആ ത്രെഡിലാണ് സീക്വൻസ് വർക്ക് കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇതേപോലെ തന്നെ ഒരു പോക്കറ്റും അറ്റാച്ച്ഡ്. ഇതാണ് ഇതിന്റെ ലുക്ക്. കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ്. ഇത് ഈ ഒരു ടൈപ്പിലത് സ്മോൾ ടു XXL സൈസ് വരെ നമുക്കുണ്ട്. ഇപ്പൊ കാണിച്ച പിങ്കിന്റെ അടുത്ത ഷെയ്ഡാണിത്. ഒരു ലൈറ്റ് ഓഷ്യൻ ബ്ലൂ കളർ ടൈപ്പ്. ഇതാണ് വരുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ത്രെഡിലേക്കാണ് സ്വീക്വൻസ് പോയേക്കുന്നത്. പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ബട്ടൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും പർച്ചേസിനോ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാവുന്നത്. ഇതൊരു ലിനനിൽ വരുന്നതാണ്. കുറച്ച് റിച്ച് ലുക്ക് ആയിട്ട് തോന്നുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഫ്രണ്ടിലും ഈ ഒരു മോട്ടലും. ഇവിടെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോളർ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. മെറ്റീരിയൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. സ്ലബിനിൽ വരുന്നതാണ്. നല്ല മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിനും വിത്ത് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇനി വരുന്നത് ഒരു സിൽക്കിൽ വരുന്നതാണ്. ഈ സിൽക്കില് ഇത് ഫുൾ എംബ്രോയിഡറി, ഇതേപോലെ തന്നെ മ്യൂസിക്കിന്റെയും വയലിന്റെയും ഒക്കെ വർക്കായിട്ട് വരുന്നതാണ്. ഗോൾഡൻ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതിന്റെ അകത്തിടാനായിട്ട് നമ്മൾ സ്ലിപ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോ സ്ലിപ്സ് അകത്തേക്ക് വരുമ്പോഴേക്കും ഇതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കില്ല. ആ സ്ലിപ്സിന്റെ പോലെ തന്നെ അങ്ങനെ കിടക്കും. ഇങ്ങനെ വരും. അകത്ത് സ്ലിപ്സ് വന്നിട്ട് ജസ്റ്റ് ഷർട്ട് പോലെ വരും. സെയിം മെറ്റീരിയലിൽ വിത്ത് ലൈനിങ് വരുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. സെയിം മെറ്റീരിയൽ ആണ്, സിൽക്കിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. വിത്ത് പോക്കറ്റ് ആണ്. ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കോഡ് സെറ്റിന്റെ കളക്ഷൻസ്. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്രൈസ് പറയാത്തത് നമ്മളുടെ ആ ഒരു പരിമിതി മൂലം മാത്രമാണ്. നമുക്ക് വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പരും ഡീറ്റെയിലും വെബ്സൈറ്റിന്റെ ഡീറ്റെയിലും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കയ്യിൽ കോണ്ടാക്ട് നമ്പേഴ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മള്
പേഴ്സണലായിട്ട് തന്നെ ഇതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൈസ് പറയാത്തതെന്ന് കുറച്ചധികം പേര് ഞങ്ങളോട് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് പ്രൈസ് പറയാത്തത്, ഇതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമുക്ക് വീക്കെൻഡ് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്, സാറ്റർഡേ സൺഡേസിൽ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. പെർട്ടിക്കുലർ ഒരു ഐറ്റത്തിന് മാത്രമായിരിക്കും ചിലപ്പം നമ്മൾ ഓൾ ഐറ്റത്തിന് ഇപ്പം എന്താ പറയാ ജനുവരി 26 വരുന്നു, അപ്പൊ അതിന് ഓഫർ ഉണ്ടാകും. അങ്ങനെ ചില പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പം ക്രിസ്മസിന് ഓഫർ ഉണ്ടാവും, ന്യൂ ഇയറിന് ഓഫർ ഉണ്ടാവും, അതല്ലെങ്കിൽ വീക്കെൻഡ് ഡേയ്സിൽ, അതുപോലെ തന്നെ ചിലപ്പോൾ ഓഫ് ഫ്രൈഡേയ്സിലായിരിക്കും ഓഫർ ഉണ്ടാവുക. അപ്പൊ അത് ആ ഒരു ഇതിന്റെ അകത്തായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക, ഇതുകൊണ്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങള് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക എന്നല്ല, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങൾ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു.